നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം 172 തീർത്ഥാടകരുമായി പുറപ്പെട്ടു. ഇന്ന് പുലർച്ചെ 12:45 കരിപ്പൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX 3011 നമ്പർ വിമാനത്തിലാണ് 77 പുരുഷന്മാരും 95 സ്ത്രീകളും ഉൾപ്പെടെ 172 തീർത്ഥാടകർ പുറപ്പെട്ടത്. സൗദി സമയം പുലർച്ചെ 4:15 വിമാനം ജിദ്ദയിലിറങ്ങും. ആദ്യ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ ക്യാമ്പിലെത്തിയിരുന്നു. തീർത്ഥാടകരുടെ ജുമാ നമസ്കാരം ക്യാമ്പിൽ വെച്ച് നടത്തി. ഹജ്ജ് ക്യാമ്പിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം രാത്രി 8:30 തീർത്ഥാടകർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. യുദ്ധഭീഷണി നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിൽക്കുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്തു. സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ലഗേജിൻ്റെ ഭാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുള്ളതെന്നും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എല്ലാവരുടെയും സുഗമമായ യാത്ര സാധ്യമാക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും സൗദി അറേബ്യയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു, ലഗേജിൻ്റെ കുറക്കേണ്ട ആവശ്യം. അതിന് കാരണം ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതിന് കാരണം, അല്ലെങ്കിൽ നമുക്ക് 15 ഹജ്ജാജിമാരെ ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓഫ്ലോഡ് ചെയ്യപ്പെടുന്ന 15 ഹജ്ജാജിമാർ പിന്നീട് അത് 180 ആവുമ്പോൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയൂ. അതൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മുടെ നെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണം എന്നതുകൊണ്ടാണ് ലഗേജ് കുറക്കാൻ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണ ഒരു യുദ്ധഭീഷണിയിലാണ് ഹജ്ജ് നടക്കുന്നത്. ഇതിനു മുമ്പ് കോവിഡായിരുന്നു നമുക്ക് ഭീഷണി, ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം, അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം, അഥവാ 1 മണിക്കൂറിലധികം നമുക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാൻ വേണം. അതുകൊണ്ട് യാതൊരു ഭയപ്പാടും എനിക്ക് വേണം. പലതും പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ മുമ്പോട്ട് പറയും. പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ്. നമ്മുടെ വ്യോമപാത ഒരു തകരാറുമില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെ 5.5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA മുഖ്യാതിഥിയായി. ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് ദേവർകോവിൽ MLA കൈമാറി. TV ഇബ്രാഹിം MLA തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി. അഡ്വക്കേറ്റ് PT റഹീം MLA യാത്രാമംഗളങ്ങൾ നേർന്ന് സംസാരിച്ചു. സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ K ഉമ്മർ ഫൈസി മുക്കം, അഡ്വക്കേറ്റ് P മൊയ്തീൻ കുട്ടി, MS അനസ് ഹാജി, OV ജാഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, മുഹമ്മദ് സക്കീർ, എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രൻ, സെയ്ദ് മുഹമ്മദ് ജമലുല്ലൈലി, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, സെയ്ദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി, VP അനിൽ, AP അബ്ദുൽ വഹാബ്, മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ബിന്ദു, സെയ്ദ് മുഹമ്മദ് തുറാബ് സക്കാഫി, PKC അബ്ദുറഹ്മാൻ, KM അബ്ദുൽ ഖാസിം കോയ, കബീർ നെടിയിരുപ്പ്, ശോഭ അബൂബക്കർ കോഴിക്കോട്, ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ റിട്ടയർഡ് IPS U അബ്ദുൽ കരീം, എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജർ സുജിത് ജോസഫ്, അലി വെട്ടേടൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത് സ്വാഗതവും മെമ്പർ അഷ്കർ കോറോഡ് നന്ദിയും പറഞ്ഞു. ആദ്യ 2 വിമാനങ്ങളിലേക്കുള്ള തീർത്ഥാടകരും യാത്രയക്കാനെത്തിയവരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സംഗമിച്ചു. എയർപോർട്ടിൽ തീർത്ഥാടകരുടെ ദേഹപരിശോധന, എമിഗ്രേഷൻ എന്നീ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർ വിമാനം കയറുന്നതുവരെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നതിന് നിശ്ചിത എണ്ണം ഹജ്ജ് സെൽ ഉദ്യോഗസ്ഥരെയും എയർപോർട്ടിൽ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരിൽ ഉൾപ്പെട്ട മൂന്നിയൂർ ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ KM മുഹമ്മദ് ജയ്സലാണ് ആദ്യ സംഘത്തോടൊപ്പം അനുഗമിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30
മണിക്ക് പുറപ്പെടുന്ന രണ്ടാമത്തെ വിമാനത്തിൽ 87 പുരുഷന്മാരും 86 സ്ത്രീകളും യാത്ര തിരിക്കും. ഞായറാഴ്ച കോഴിക്കോട് നിന്നും 3 കണ്ണൂരിൽ നിന്ന് 2 വീതം വിമാനങ്ങൾ സർവീസുകൾ നടത്തും. കോഴിക്കോട് നിന്ന് പുലർച്ചെ 12:55 രാവിലെ 8:05 വൈകുന്നേരം 4:30 ഷെഡ്യൂള്. ഈ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ ഇന്ന് യഥാക്രമം രാവിലെ 10 ഉച്ചയ്ക്ക് 2:30 വൈകുന്നേരം 4:30 ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യും. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ വിമാനം ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കും രണ്ടാമത്തെ വിമാനം രാത്രി 7:30 പുറപ്പെടുക. തീർത്ഥാടകർക്ക് യാത്രയിൽ കരുതേണ്ട അത്യാവശ്യ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പോടുകൂടി ലഭ്യമാക്കുന്നതിന് ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രത്യേക സൗകര്യം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. സൗദി റിയാൽ ആവശ്യമുള്ള തീർത്ഥാടകർക്ക് ഇത് ലഭിക്കുന്നതിന് പ്രത്യേക മണി എക്സ്ചേഞ്ച് കൗണ്ടർ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യാന്തര വിമാന സർവീസുകൾക്ക് എയർ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്നുള്ള ഹജ്ജ് സർവീസുകളിൽ തീർത്ഥാടകരുടെ ലഗേജ് ഭാരത്തിൽ വരുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ മെയ് 12 തിങ്കളാഴ്ച വരെ തുടരും. ഈ പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്നും മെയ് 12 വരെയുള്ള എല്ലാ ഹജ്ജ് വിമാനങ്ങളിലും ലഗേജ് ഭാരം പരമാവധി 30 കിലോ മാത്രം അനുവദിക്കുകയുള്ളൂ. അതായത് 15 കിലോയുള്ള 2 ബാഗ് വീതം. ഹാൻഡ് ബാഗേജിൻ്റെ ഭാരം പരമാവധി 7 കിലോ ആയിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലെ വിവരങ്ങൾ അധികൃതരിൽ നിന്നും ലഭിക്കുന്ന മുറയ്ക്ക് തീർത്ഥാടകരെ അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.